നമസ്കാരം. 2026 ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വീട് പണി ചെയ്തവരുമുണ്ട്. എന്നാൽ 2026 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട് പണിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? അല്ലെ ചെലവിന്റെ കാര്യത്തിലാണെങ്കിലും ബിൽഡിംഗ് റൂളിന്റെ കാര്യത്തിലാണെങ്കിലും പല രീതികളിൽ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഒരുപാട് പൈസ മുടക്കി ആഡംബരം കാണിച്ച് വലിയ സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് പണിയുന്നവരുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം പോലും സംഘടിപ്പിക്കാൻ പറ്റാതെ ചെറിയ ബഡ്ജറ്റിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് ഒരുപാട്. അതുപോലെ ചെയ്തവരുമുണ്ട്. ഇനി സന്മനസ്സായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംഘടനകൾ അങ്ങനെയുള്ളവരൊക്കെ പണമില്ലാതെ ഒരു വീട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി തീർക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. എന്നാൽ കുറച്ചും കൂടെ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലൊക്കെ വലിയ ആഡംബര വീടുകൾ വെക്കുന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്? നമ്മൾ ഈ 2026 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിൽഡിംഗ് റൂളിനകത്ത് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കെ സ്മാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ബിൽഡിംഗ് പെർമിറ്റിനായിട്ട് അപേക്ഷകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ടാക്സ് അല്ലെങ്കിൽ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റിനുള്ള ഫീസ് ഒക്കെ ഒരുപാട് കൂട്ടിയിരുന്നു. ഇപ്പൊ അത് വീണ്ടും കുറച്ച് അതിന്റെ പകുതിയാക്കി മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. അതിന് മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട്. അതുപോലെ തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ വില വർധനവ്. അതുപോലെ ജി കുറച്ചത് മൂലം ബിൽഡിംഗ് മെറ്റീരിയൽസിന് വില കുറഞ്ഞോ? ഇപ്പൊ പറയുകയാണെങ്കിൽ സിമെന്റ്, മാർബിൾ പോലെയുള്ള വസ്തുക്കൾക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിനാണ് വില കുറഞ്ഞതെന്ന് പറയും. പക്ഷെങ്കിൽ ഇപ്പോൾ സിമെന്റിനും കുറയും. നമ്മുടെ സ്വർണത്തിന്റെ വിലയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. സിമെന്റ് കുറഞ്ഞാലും ചിലപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ വില കൂടും, വീണ്ടും കുറയും. അങ്ങനെയാണ് സിമെന്റിന്റെ കാര്യങ്ങൾ. നമുക്ക് അതിന്റെ ശതമാനക്കണക്കിൽ കുറച്ചു എന്നുണ്ടെങ്കിലും കമ്പനികൾ അതിന്റെ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും വില കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയാൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് മറ്റു ഒരുപാട് ഐറ്റംസ് വേറെ കിടപ്പുണ്ട്. ഇപ്പം എം സാൻഡ്, മെറ്റല്, കമ്പി അല്ലെങ്കിൽ ടൈൽസ്, പ്ലംബിംഗ് ഐറ്റംസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസിലൊന്നും നമുക്ക് GSTയിൽ ഇളവുകൾ വന്നിട്ടില്ല. എന്നാൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ വിലകൾ കൂടുകയും ചെയ്തു. ഇപ്പൊ സ്വർണത്തിന്റെ മാർക്കറ്റിലെ വില കൂടുന്നതനുസരിച്ച് കോപ്പർ പോലെയുള്ള ഐറ്റംസിന്റെ വില കൂടുകയാണ്. ഇപ്പം ഇലക്ട്രിക്കൽ വയർ, സ്വിച്ചസിന്റെ ഒക്കെ നമ്മളിപ്പം 10 മുതൽ 15% വരെയൊക്കെ വില വർധന ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകും തോറും വില കൂടുമെന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പൊ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ വില കൂടുകയാണ് ചെയ്തത്. ഇപ്പൊ എംസാൻഡ്, മെറ്റൽ അങ്ങനെയുള്ള കാര്യം, ക്രഷർ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും അതിന്റെയൊക്കെ വില ക്വാറി സ്ട്രൈക്കുകളോ അല്ല സമരങ്ങളോ ഒക്കെ വന്നിട്ട് വീണ്ടും 5 രൂപ 10 രൂപയൊക്കെ നമുക്ക് മെറ്റീരിയൽസിൽ വില കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ സ്റ്റീലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ GST വന്നു, വില കുറഞ്ഞു എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ വില കൂടുകയാണ് ചെയ്തത്. ഇപ്പൊ സിമെന്റിന്റെ ഒക്കെ GST കുറഞ്ഞെങ്കിലും അതിന്റെ മെറ്റീരിയൽസിന്റെ വില ഘട്ടം ഘട്ടമായിട്ട് പലപ്പോഴും കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ അല്പം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 300 രൂപ 310 രൂപയൊക്കെ സിമെന്റിന് വിലയായി. പക്ഷെങ്കിൽ ചിലപ്പം 10-20 രൂപ അടുത്ത മാസം കൂടും. ഇനി അത് കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും മഴയ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പം കുറയും. അപ്പൊ അതൊരു ആവറേജ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റു മെറ്റീരിയൽസിന്റെ കാര്യത്തിലൊക്കെ വില കൂടുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെയാണ് ലേബർ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് 1000 രൂപ മേസം ഉണ്ടായിരുന്നത് ഇപ്പൊ 1200 1300 രൂപയൊക്കെയാണ് ലേബർ കോസ്റ്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് കോൺക്രീറ്റ് വർക്ക് അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള പണി അങ്ങനെയൊക്കെ വരുമ്പോൾ ലേബറിന്റെ കോസ്റ്റ് കൂടുവാണ്. ഇപ്പൊ 1300 1400 രൂപ വരെയൊക്കെ മേസണ് ലേബർ കോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഹെൽപ്പർക്കാണെങ്കിലും 1000 1100 രൂപയാണ്. കഴിഞ്ഞ വർഷത്തെക്കാട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലേബറിന്റെയും മെറ്റീരിയൽസിന്റെയും വില കൂടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പം സ്ക്വയർ ഫീറ്റ് റേറ്റിലൊക്കെയാണ് പലപ്പോഴും വീട് പണി നടത്തുന്നത്. ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് 1800 രൂപ അല്ലെങ്കിൽ 2000 രൂപ വരെയൊക്കെ ആയിരുന്നു മുൻകാലങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പോൾ 1800-നൊക്കെ നമുക്ക് ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ മാത്രമായിട്ടുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ 1800 2000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പലരും വർക്കുകൾ എടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പലരും തർക്കിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വർക്ക് എടുത്താൽ അങ്ങനെ ചെയ്ത വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു 1800 രൂപ സ്ക്വയർ ഫീറ്റിന് എടുത്ത വർക്ക് ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ അവർ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്കുകളുടെ ഡീറ്റെയിൽസ് എന്താണ്, ഈ സ്പെസിഫിക്കേഷൻ ഏതൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അവർ ആ വർക്ക് തീർത്തത്. ഇപ്പൊ പ്രത്യേകിച്ച് അതിൽ ഉപയോഗിക്കുന്ന ടൈൽസ് എത്ര സ്ക്വയർ ഫീറ്റ് വിലയുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചത്. ഇനി ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏത് ബ്രാൻഡ് വയറാണ് അല്ലെങ്കിൽ ഏത് സ്വിച്ച് ആണ് ഉപയോഗിച്ചത്. ഇനി ഒരു ബെഡ്റൂം എടുത്താൽ അതിനകത്ത് എത്ര പോയിന്റ്സ്, എത്ര ലൈറ്റ് പോയിന്റ് ഇട്ടു, അല്ലെങ്കിൽ എത്ര സോക്കറ്റ്, എത്ര പ്ലഗ് പോയിന്റുകൾ കൊടുത്തു, AC പോയിന്റ് കൊടുത്തിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട ജിപ്സം സീലിംഗ് വർക്കിൽ വരുന്ന ലൈറ്റ് പോയിന്റുകൾ അതൊക്കെ ചെയ്തിരുന്നു, ഈ റേറ്റിനുള്ളിൽ ചെയ്തിരുന്നോ എന്നൊന്ന് അന്വേഷിക്കുക. അതുപോലെ പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ്, ഇപ്പോൾ ഒരു ടോയ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വോൾ മിക്സർ ആണോ വെച്ചത്, അല്ലെങ്കിൽ ഡൈവേർട്ടർ ആണോ വെച്ചത്. ഇനി ഷവർ, ക്ലോസറ്റ്, അത് നമുക്ക് എത്ര രൂപ റേഞ്ചിലുള്ള ക്ലോസറ്റ് ആണ് വെച്ചത്, വാൾ ഹാങ് ആണോ അല്ലെങ്കിൽ ഫ്ലോർ മൗണ്ടഡ് ആണോ വെച്ചത്. ഇനി വാഷ് ബേസിൻ ആണെങ്കിൽ തന്നെ അത് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിൻ ആണോ വെച്ചത് അല്ലെങ്കിൽ നോർമൽ വാഷ് ബേസിൻ ആണോ വെച്ചത്.
അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പായിട്ട് ബോക്സ് അടിച്ച് അതിന്റെ മേളിൽ ഓവർ ടോപ്പായിട്ട് വെച്ചിരിക്കുന്ന കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണോ വെച്ചത്, എന്ത് വിലയുള്ള വാഷ് ബേസിനാണ് വെച്ചത്. അങ്ങനെ പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അതിനകത്ത് റേറ്റ് വരുന്നത്. ഇപ്പം ആ 2000 രൂപയ്ക്ക് മുൻപ് ചെയ്തിരുന്നുവെങ്കിൽ ആ റേറ്റിൽ ചെയ്ത വർക്കുകൾ അതേ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പലതും റേറ്റുകൾ വ്യത്യാസം വന്നു. ഇപ്പം ഉദാഹരണം ഞാൻ ഈ വാഷ് ബേസിന്റെ കാര്യം പറഞ്ഞത് തന്നെ, നമ്മളിപ്പോൾ ഒരു എഗ്രിമെന്റിൽ വാഷ് ബേസിൻ അല്ലെങ്കിൽ ഒരു ക്ലോസറ്റ് എന്നൊക്കെ പറഞ്ഞ വില വില നമ്മൾ അതിനകത്ത് ഫിക്സഡ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം വാഷ് ബേസിൻ ആണെങ്കിൽ 3000 രൂപ അല്ലെങ്കിൽ 4000 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഞ്ചിലുള്ള വാഷ് ബേസിൻ തന്നെയാണോ അവർ വെക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് അതിന്റെ കബോർഡ് ചെയ്ത് അതിൽ ബോക്സ് അടിച്ച് അതിന്റെ മേളിൽ ഗ്രാനൈറ്റ് ഇട്ട് അതിന്റെ മേളിൽ വേണം കൗണ്ടർ ടോപ്പായിട്ടുള്ള വാഷ് ബേസിൻ വെക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ആ ഒരു വാഷ് ബേസിന്റെ വില എന്ന് പറഞ്ഞാൽ വാഷ് ബേസിൻ പ്ലസ് അതിന്റെ കൗണ്ടറിന്റെ വർക്ക് പ്ലസ് ഗ്രാനൈറ്റിന്റെ വർക്ക്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്ലംബിംഗ് ഫിറ്റിംഗ്സിന്റെ അതിന്റെ ടാപ്പ്, കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണെങ്കിൽ ലോങ് ആയിട്ടുള്ള ടാപ്പ് വെക്കണം, ലെങ്തി ഹൈറ്റ് കൂടിയ ടാപ്പ് വെക്കണം. അപ്പൊ അതിനൊക്കെ 2000-3000 രൂപയ്ക്ക് മുകളിലാണ് വില. സാധാരണ ഒരു പില്ലർ ടാപ്പിനാണെങ്കിൽ 1000 രൂപ വിലയെ വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസിലും ലേബറിലും ഒക്കെ വ്യത്യാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു കുറഞ്ഞ റേറ്റിൽ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോഴും പലപ്പോഴും നമ്മളെ പലരും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നതെന്നാണ്. ഇപ്പൊ നമുക്കൊരിക്കലും ഇപ്പൊ ഞാൻ ഒരു 2000 രൂപ അല്ലെങ്കിൽ 2200 രൂപ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ആദ്യം പ്ലാൻ അറിയണം, അതിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പൊ അതിനെയൊക്കെ അപേക്ഷിച്ചാണ് നമുക്ക് അതിനകത്ത് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനിയും വരുന്ന കാലങ്ങളിൽ ഇനിയും വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമുക്കൊരു പഴയ രീതിയിലുള്ള റേറ്റിലോ പഴയ രീതിയിലുള്ള വർക്കുകളോ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ ക്വാറി മെറ്റീരിയൽസിന്റെ വില വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് സിമെന്റ് ബ്രിക്കുകളുടെ വ്യത്യാസം വരും. ഇനി റെഡ് ബ്രിക്ക് ആണെങ്കിലും സിമെന്റ് കട്ടയാണെങ്കിലും ചെങ്കല്ലാണെങ്കിലും എല്ലാം വിലയിൽ വർധനമാണ് വരുന്നത്. ഒരിക്കലും നമുക്ക് അതിനകത്ത് കുറവ് വരുന്നില്ല. അപ്പൊ നമുക്ക് മൊത്തത്തിൽ വീട് നിർമ്മാണത്തിൽ ചെലവ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും പരസ്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോസോ അല്ല പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെലവ് കുറഞ്ഞു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ 2026 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2026 എന്നൊരു വർഷം മാത്രമാണ്, പക്ഷെ നമുക്ക് ഓരോ കാലം കഴിയും തോറും ബിൽഡിംഗ് നിർമ്മാണത്തിൽ ചെലവുകൾ കൂടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് നൂതനമായിട്ടുള്ള മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഇനിയും വരണം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീല്, സിമെന്റ്, ബ്രിക്ക്, ക്വാറി മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും പുതിയ ആശയങ്ങളോ പുതിയ സംവിധാനങ്ങളോ വന്നാൽ ഒരുപക്ഷെ നമ്മുടെ വീട് നിർമ്മാണത്തിൽ വിലകൾ കുറയാം. പക്ഷെ നിലവിലുള്ള നിർമ്മാണ രീതികൾ വെച്ചിട്ട് വിലകൾ ഒരിക്കലും കുറയില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ലേബേഴ്സ്, നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും നമ്മുടെ ഇവിടെ വർക്കുകൾ ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിലും അവർ ഓരോ ഘട്ടങ്ങളിലും അവരുടെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മേസണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആൾക്കാരും ആ റേറ്റിനാണ് ചെയ്യുന്നത്. അവർ പുറത്ത് പോയി ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ട് കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മറ്റുള്ളിടത്ത് വില അല്ലെങ്കിൽ അവരുടെ ലേബർ റേറ്റ് കൂട്ടുന്നത് കാണുമ്പോൾ ഇവരും നാച്ചുറലി അവരുടെ ഭാഗത്തു നിന്ന് അവർ പറയും, ഞങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ ഇതുപോലെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ലേബർ റേറ്റ് കൂട്ടണമെന്ന് പറയും. അതുപോലെ ഇപ്പം മേസണോ ഹെൽപ്പറോ മാത്രമല്ല, ഇപ്പം പെയിന്റേഴ്സിന്റെ ആണെങ്കിലും ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇലക്ട്രീഷ്യന്റെ ആണെങ്കിലും പ്ലംബേഴ്സിന്റെ ആണെങ്കിലും വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലേബേഴ്സിന്റെയും വിലയിൽ അവരുടെ ലേബർ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പുതിയൊരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യം പറഞ്ഞു. പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുവിന്റെ ആധാരം, കരമടച്ച രസീത്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയറുടെ ഒരു പ്ലാന്, നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസൈൻ, അതിന്റെ പ്ലാൻ വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ കെ-സ്മാർട്ട് വഴി ഓൺലൈൻ വഴിയാണ് ബിൽഡിംഗ് പെർമിറ്റിനായിട്ട് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ നിയമങ്ങളാണുള്ളതെന്നൊക്കെ ബന്ധപ്പെട്ട് വീഡിയോ, അതിന്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ടോട്ടൽ കോസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതിനകത്തും നമുക്ക് അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ വരും. നമ്മളിപ്പോൾ ഒരു വീടിന്റെ നിർമ്മാണത്തിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമാണ് പറഞ്ഞത്. ഇനി അതിൽ കൂടാതെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചെലവുകൾ വരും. അതായത് ഇന്റീരിയർ വർക്കുകൾ, വീട് നിർമ്മാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അതിന്റെ ഇന്റീരിയർ വർക്കുകൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വരുന്നതല്ല. അതുപോലെ പുറത്ത് വരുന്ന കോമ്പൗണ്ട് വാള്, ലാൻഡ്സ്കേപ്പിംഗ്, ഇനി നമ്മൾ മണ്ണിട്ട് ഉയർത്തേണ്ട പ്ലോട്ട് ആണെങ്കിൽ ആ മണ്ണിട്ട് ഉയർത്തുന്ന കോസ്റ്റ്, ഇനി മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റേണ്ട കോസ്റ്റ്, ഇനിയും ലൂസായിട്ടുള്ള മണ്ണോ വെള്ളം കയറുന്നതോ അല്ലെ ചെളിയായിട്ടുള്ള സ്ഥലങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷന്റെ അഡീഷണൽ കോസ്റ്റ്, ഇപ്പൊ പൈലിംഗ് പോലെയുള്ള ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെ വരുന്ന കോസ്റ്റ്, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട കോസ്റ്റ്, എഞ്ചിനീയറുടെ കോസ്റ്റ്, അല്ലെങ്കിൽ വഴി സൗകര്യങ്ങളോ ഒക്കെ ഇല്ലെങ്കിൽ നമുക്കത് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനുള്ള അനാവശ്യമായിട്ടുള്ള ചെലവുകൾ,
ഇലക്ട്രിക് പോസ്റ്റ് ഇടുന്ന, ഇലക്ട്രിക് കണക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള കോസ്റ്റ്, കിണർ കുഴിച്ചിട്ടില്ലെങ്കിൽ കിണർ കുഴിക്കേണ്ടതായിട്ടുള്ള ബോർവെല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട വെള്ളത്തിനുള്ള സോഴ്സ് കണ്ടെത്തുന്നതിനുള്ള കോസ്റ്റ്, അങ്ങനെ പല ഘടകങ്ങളും വീട് നിർമ്മാണത്തിൽ എക്സ്ട്രാ ആയിട്ട് വരും. പലരും നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞ് 2200 2300 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വീട് വെക്കുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. നമ്മൾ അതിന്റെ സ്ട്രക്ചർ തീർത്ത് അതിന്റെ പെയിന്റിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഈ ഇപ്പൊ പറഞ്ഞതായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് വരില്ല. അതൊക്കെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇപ്പം പലപ്പോഴും പലതും നമ്മളൊരു വസ്തു മേടിക്കുമ്പോഴേ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള വസ്തു മേടിക്കും. ഇപ്പം റോഡ് സൈഡിലോ അല്ലെങ്കിൽ കുറച്ച് നല്ല പ്ലോട്ടുകളോ വാങ്ങാതെ ചിലപ്പോൾ അത് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് കോസ്റ്റ് കുറവുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ചെറിയ ഇച്ചിരി പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു താഴ്ന്നു കിടക്കുന്ന പ്ലോട്ടുകളോ അല്ലെങ്കിൽ റോഡുമായിട്ട് താഴ്ന്നു കിടക്കുന്ന അല്ലെങ്കിൽ പൊങ്ങി കിടക്കുന്നതായിട്ടുള്ള പ്ലോട്ടുകളൊക്കെ വാങ്ങും. അവിടെ ചില കോസ്റ്റ് കുറവായിരിക്കും പ്ലോട്ടിന്. പക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴാണ് അതിനകത്ത് ഈ പ്ലോട്ടിന് കൊടുത്ത ലാഭം നമുക്ക് ആ വീടിലത് എക്സ്ട്രാ ചിലവായിട്ട് വരും. ഇപ്പൊ മണ്ണടിക്കണമെങ്കിൽ പലയിടത്തും 50ഉം 100ഉം ലോഡ് മണ്ണടിച്ചാൽ പോലും ആ പ്ലോട്ട് പൊക്കി ലെവലാക്കി എടുക്കാനായിട്ട് പറ്റില്ല. കുഴിയായിരിക്കും. ആ കുഴി നികത്തി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വസ്തു വാങ്ങിച്ച കോസ്റ്റിനെക്കാട്ടി അതിന്റെ എക്സ്ട്രാ ചെലവ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? നമ്മളാണ് വീട് വെക്കാനാണ് മേടിക്കുന്നതെങ്കിൽ വീട് വെക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആ പ്ലോട്ട് വാങ്ങാനായിട്ട്. ഇപ്പൊ മണ്ണ് എടുത്തു മാറ്റേണ്ടതാണെങ്കിൽ നമ്മൾ ജിയോളജിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഒക്കെ അതിന്റെ സാങ്ഷൻ മേടിക്കണം. അതിന്റെ പാസ് മേടിച്ചിട്ട് വേണം മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമുക്ക് ആ മണ്ണിന് വില കിട്ടുമെങ്കിലും അല്ലെങ്കിൽ അത് തുച്ഛമായിട്ടുള്ള വിലയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരതിന് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വിലയ്ക്ക് വിൽക്കുമെങ്കിലും നമ്മുടെ നിന്ന് തുച്ഛമായിട്ടുള്ള വിലയ്ക്കായിരിക്കും അവരത് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റുകൾ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ഈ പുതിയ വർഷത്തിൽ അല്ലെങ്കിൽ 2026 നമ്മളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വീട് നിർമ്മാണവുമായിട്ട് ധാരാളം കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. പുതിയ വീട് വെക്കാൻ പോകുന്നവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരിക്കണം നമ്മളൊരു വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീട് നിർമ്മാണവുമായിട്ട് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.